എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വോൾ ഡെക്കറേഷൻ ഐഡിയ ആണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാൻ പേപ്പർ മാത്രമേ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീതി നീളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ആൻഡ് അതിനുശേഷം ഞാൻ പെയിൻ്റാണ് ഇതിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. ഗ്ലാസ് പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഗ്ലാസ് പെയിൻ്റ് ആകുമ്പോൾ കുറച്ച് ഒരു തിളക്കം കൂടി നമുക്കതിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ് പെയിൻ്റ് എടുത്തത്. നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റോ ഫാബ്രിക് പെയിൻറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഗ്ലാസ് പെയിൻ്റ് ആയതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് വെക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും. ആൻഡ് അതിനുശേഷം ഞാനൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. യെല്ലോ കളറാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്നിങ്ങനെ മൂന്നായിട്ട് മടക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പെറ്റൽസിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അടുത്തതായിട്ട് ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ഒരു സർക്കിൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു പെറ്റൽസ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ലെയറിൽ നമ്മൾ ഒട്ടിച്ച പെറ്റൽസിനേക്കാളും കുറച്ചുകൂടി വലുപ്പം കുറച്ചിട്ടാണ് രണ്ടാമത്തെ ലെയറിലുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിൻ്റെ പെറ്റൽസ് എല്ലാം ഞാനൊന്ന് മടക്കി കൊടുക്കുകയാണ്. അതായത് ഒന്ന് സ്റ്റഡി ആയിട്ട് ഇരിക്കാതെ ജസ്റ്റ് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, വേറൊന്നുമല്ല, കടുകാണ് ഞാനതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടത് ഒട്ടിയിരുന്നോളും, പോവില്ല. അടുത്തതായിട്ട് ഇതിൻ്റെ തണ്ടും ഇലകളും എല്ലാം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറിയ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ടെണ്ണം റോൾ ചെയ്തെടുക്കുക. ഇനി ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇലയുടെ ഒരു പിക്ചർ വരച്ചു കൊടുക്കുകയാണ്. 2 ഇലകളുടെ പിക്ചർ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും ഇലകളും എല്ലാം നമ്മൾ ഈ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.